എന്താണ് എല്ലാവരും പഠിക്കുന്നുണ്ടോ? എക്സാമൊക്കെ ആവാറ് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ എവിടെ നിർത്തി? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ? നമ്മൾ തുടങ്ങിയിരുന്നില്ല ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ. വല്ല ഐഡിയ ഉണ്ടോ? അവർക്ക് എവിടെ നിർത്തിയെന്ന്? പറ പിള്ളേരെ. ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്തില്ല അല്ലേ? എന്താണ് എന്ന് പറഞ്ഞു അല്ലേ? ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ ഓക്കെ. ഓർമ്മയുണ്ട് ജോമെട്രിക് പ്രോഗ്രഷൻ എന്തായിരുന്നു ഒന്ന് ചുമ്മാ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ? ജിയോമെട്രിക് പ്രോഗ്രഷൻ അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ 5, 25, 125 ഇങ്ങനെ പോകുന്നതായിരിക്കും നമ്പർ. സോ ഇതിൻ്റെ ഇടയിലത്തെ ഡിഫറൻസ് 5 അല്ലേ? ഇതിൻ്റെ ഇടയിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. 5ൻ്റെ ഒപ്പം 5 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 25 കിട്ടി. 25ൻ്റെ ഒപ്പം വീണ്ടും 5 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 125 കിട്ടി. ഈ 125ൻ്റെ ഒപ്പം വീണ്ടും 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു നമ്പർ കിട്ടും. ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മളൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പ്ലേസിൽ കിടക്കുന്ന ആളെ നമ്മൾ എ എന്ന് വിളിക്കും. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന ആളെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾ? AR എന്ന് വരിക. ഇതിൻ്റെ ഒപ്പം 6 മൾട്ടിപ്ലൈ. ഈ 6 കോമൺ ഡിഫറൻസ്, അതായത് ഈ 5. ഓക്കെ, പിന്നെ വരുന്നത് AR² അല്ലേ? ഇങ്ങനെയല്ലേ പോവുക? പിന്നെ AR³ ഇങ്ങനെയാണ് ഒരു GP പോവുക. AR² AR³ എന്ന് പറഞ്ഞിട്ടാണ് ഒരു GP പോവുക. ഓക്കെ, അതുപോലെ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ടേമിനെ T1 എന്ന് വിളിക്കും, സെക്കൻഡ് ടേമിനെ T2 എന്ന് വിളിക്കും, തേർഡ് ടേമിനെ T3 എന്ന് വിളിക്കും. അപ്പോൾ ജനറലി നമുക്ക് ഒരു nth ടേം കാണാൻ വേണ്ടിയിട്ട് AR⁻n കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടേം ഉണ്ട്. അതിനെ നമ്മൾ TN എന്ന് വിളിക്കും. TN എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A×R⁻n−1 എന്ന് പറയാം. ഓക്കെ, nth ടേം കാണാനുള്ള ഇക്വേഷൻ A×R⁻n−1 എന്ന് പറയും അല്ലേ? നോക്കി T3 എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ അല്ല വരുന്നത്. അപ്പോൾ T4 ആണ് ആക്ച്വലി. T4 വരുമ്പോൾ ഇവിടെ ക്യൂബ് അല്ല വരുന്നത്. അതാണ് നമ്മളിവിടെ TN എന്ന് പറയുമ്പോൾ A×R⁻n−1 എന്ന് പറയുന്നത്. ഇവിടെ ഏതാണോ അതിൽ നിന്ന് 1 കുറച്ചിട്ട് വേണം മേലെ എഴുതാൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇക്വേഷൻസ് ഒക്കെ. ജസ്റ്റ് ഇക്വേഷൻസ് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അടുത്ത് nth ടേം കാണാൻ പറഞ്ഞാൽ A×R⁻n−1 എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഓക്കെ, ഈ ഇക്വേഷനാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് തൽക്കാലം നമുക്ക്. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ഇങ്ങനെ പോവാണ്. അപ്പോൾ നിങ്ങൾ തേർഡ് ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? T3 എന്ന് എഴുതുക. എന്നിട്ട് A×R⁻3−1 അതായത് AR² കാണാം തേർഡ് ടേം കാണാൻ പറഞ്ഞാൽ. ഇത് ഇതിൻ്റെ ഫസ്റ്റ് ടേം, ഇത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്. ഓക്കെ, നമുക്ക് ചുമ്മാ ഒരു പ്രോബ്ലം എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതിക്കോട്ടെ ഒരു പ്രോബ്ലം. കൺസിഡർ the sequence 5, 25, 125, etc. Find the nth term and 10th term. ഓക്കെ, nth ടേം ആണ് കേട്ടോ. nth ടേം and 10th term of the sequence.
ഈ ഒരു സീക്വൻസിൻ്റെ nth ടേമും 10th ടേമും കാണാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ഇനീഷ്യലി നമുക്ക് എന്തൊക്കെ എടുത്ത് എഴുതാൻ പറ്റും? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ അറിയാം നമ്മളെ കയ്യിൽ? ഈ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, അതാണ് നമ്മളുടെ എ. നമ്മൾ ഫസ്റ്റത്തെ അതെടുത്ത് എഴുതും. നമുക്ക് ആൻസറിൽ നമുക്ക് എന്താ ഗിവൺ ടേംസ് എന്തൊക്കെയാണുള്ളത്? നമുക്ക് നമ്മുടെ അടുത്ത് എ ഉണ്ട്. അപ്പോൾ ഗിവൺ ആയിട്ട് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമ്മുടെ അടുത്ത് എ ഉണ്ട്. എ ഈസ് ഈക്വൽ ടു നമുക്ക് 5 കിട്ടി നമുക്ക്. ഓക്കെ, അതുപോലെ കോമൺ ഡിഫറൻസ് കാണണം, അതായത് 6 കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം അല്ലേ? ഇപ്പം 5 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ അതാണ് കോമൺ ഡിഫറൻസ്. 6 നിങ്ങൾക്ക് 5 കിട്ടും. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ലെന്ന് വെച്ചാൽ എപ്പോഴും ഡിവൈഡ് ചെയ്ത് വെക്കുക, തൊട്ടപ്പുറത്തെ ടേം എടുക്കുക. അതായത് T2 ഡിവൈഡഡ് ബൈ T1 ചെയ്യാം. അതായത് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, അതായത് 25 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 5 കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 5 ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടി, എയും കിട്ടി, ആറും കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? nth ടേം കാണാൻ വേണ്ടിയിട്ട്. nth ടേം കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? Tn ഈസ് ഈക്വൽ ടു a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 അല്ലേ? ഇതാണ് നമ്മൾ nth ടേം കാണാനുള്ള ഇക്വേഷൻ. ഇതിൻ്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കുക വാല്യൂസ്. a എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5, r എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 5 റേസ് ടു n മൈനസ് 1. nth ടേം അല്ലേ കാണാൻ വേണ്ടി, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തൂടെ? 5 എന്ന് വെച്ചാൽ 5 റേസ് ടു 1 അല്ലേ? ഇതിപ്പോൾ എന്താ പറയുക? 5 റേസ് ടു, ഇതെല്ലാം കൂടെ ആഡ് അല്ലേ ചെയ്യുക? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് വെച്ചാൽ a റേസ് ടു m പ്ലസ് n അല്ല വരിക. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 റേസ് ടു 1 പ്ലസ് n മൈനസ് 1 വരും. ഈ 1ഉം 1ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് 5 റേസ് ടു n എന്ന് കിട്ടി. nth ടേം കാണാനുള്ള ഇക്വേഷൻ. സോ nth ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 റേസ് ടു n ആണ്. നിങ്ങളിത് ക്വസ്റ്റ്യനിലാണ് ചോദിച്ചിട്ടില്ലേ? 10th ടേം കാണാൻ കൂടി വേണ്ടിട്ടുണ്ട് അല്ലേ? nth ടേം കിട്ടി നമുക്ക്. ഇതുപോലെ 10th ടേം കാണണം. 10th ടേം കാണാമെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ സംഭവത്തിൻ്റെ അകത്ത് ഈ n പകരം നിങ്ങൾ എന്ത് ചെയ്യുക? 10 ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ആൻസർ കിട്ടി. nth ടേമും കിട്ടി, 10th ടേമും കിട്ടി. ഒന്നുമില്ല, നമുക്ക് തന്നൊക്കെ എടുത്ത് എഴുതി, ഡാറ്റാസൊക്കെ എടുത്ത് എഴുതി, 6 കണ്ടുപിടിച്ചു, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് 5 റേസ് ടു n കിട്ടി nth ടേം. 10th ടേം കാണാൻ പറഞ്ഞപ്പോൾ ഈ n പകരം നമ്മൾ 10 ഇട്ട് കൊടുത്തു. ഐ മീൻ 10th ടേം അല്ല വേണ്ടല്ലേ, അപ്പോൾ 10 ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇത് സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉറപ്പല്ലേ? സംശയമില്ലല്ലോ? വീണ്ടും പറയണോ? ഓക്കെ, എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് പറയാം. എഴുതി കഴിഞ്ഞാൽ പറയട്ടെ എല്ലാവരും. ജസ്റ്റ് കൈ നോക്കും, എനിക്ക് മനസ്സിലാവില്ല.
ബാക്കിയുള്ള എഴുതി കഴിഞ്ഞിട്ടില്ലേ? ആരൊക്കെ എഴുതി കഴിഞ്ഞാൽ സാരംഗ്, ലക്ഷ്മി കൃഷ്ണ, ഭദ്ര, അശ്വത്, അമൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. കൺസിഡർ ദ സീക്വൻസ്. Consider the sequence 5/2, 5/4, 5/8, etc. Find the nth term and 20th term. എനിക്ക് ഇതിൻ്റെ അകത്ത് ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞുതരുമോ? എയും ആറും. സാരംഗ് ഒന്ന് പറഞ്ഞേ ഗിവൺ ഡാറ്റ. സാരംഗ്, ഹലോ സാരംഗ്, കേൾക്കുന്നില്ല എനിക്ക്? ഓക്കെ, ലീവ് ചെയ്യാം. അമൻ, എടാ ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞു. 5/2 അല്ലേ? ഏന്ന് വെച്ചാൽ ഫസ്റ്റ് ആണ് നമ്മളുടെ 5/2 വന്നു. കോമൺ ഡിഫറൻസ് 1/2 ആണോ? അതെ, 1/2 ആണ് അല്ലേ. 5/2ൻ്റെ ഒപ്പം നമ്മൾ 1/2 മൾട്ടിപ്ലൈ നമുക്ക് 5/4 കിട്ടും. 5/4ൻ്റെ ഒപ്പം നമ്മൾ 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 5/8 കിട്ടി. സോ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കുന്നവർ അങ്ങനെ എടുത്തോ, അല്ലാത്തവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. T2 ഡിവൈഡഡ് ബൈ T1 ചെയ്യാം. അപ്പോൾ 5/4 ഡിവൈഡഡ് ബൈ 5/2 കിട്ടും നിങ്ങൾക്ക്. ഇതിന് നമ്മൾ വീണ്ടും റെസിപ്രോക്കൽ എടുക്കില്ല ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് 5/4 തല തിരിച്ച് പോവും. അതായത് 2 മേലേക്ക് പോയി 5 താഴത്തേക്ക് വന്നു. ഈ 5ഉം 5ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്ക് 2/4 കിട്ടും, അതായത് 1/2. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തു, അല്ലാത്തവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ 6 കിട്ടി. സോ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇനി nth ടേമും 20th ടേമും കാണാൻ വേണ്ടി. nth ടേം കാണാൻ ഇക്വേഷൻ എന്താ? Tn is equal to a into r raised to n minus 1. ഇതിൻ്റെ അകത്ത് എയ്ക്കും ആറിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വാല്യൂസ്. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, എയുടെ വാല്യൂ നമുക്ക് 5/2 കിട്ടിയിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ 1/2 കിട്ടിയിട്ടുണ്ട്, ഹോൾ റേസ് ടു n minus 1 വന്നു. അപ്പോൾ എന്ത് വരും നമുക്ക്? 5/2 ഇൻറ്റു ഈ 2വിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 1 raised to n minus 1 എന്ന് വെച്ചാൽ 1 എന്നല്ല വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിനെ ലീവ് ചെയ്യുക. 1 raised to n minus 1 ലീവ് ചെയ്യുക. താഴത്തെ കിടക്കുന്ന ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 raised to n minus 1 വരും അല്ലേ. അതായത് 1 raised to n minus 1 എന്ന് വെച്ചാൽ 1 എന്നല്ല വരിക. അപ്പോൾ നമ്മൾ 1ൻ്റെ കാര്യത്തിൽ അത് കൊടുക്കണ്ട. സോ നമ്മൾ താഴത്തേക്ക് കൊടുത്തു. അതായത് ഓർമ്മയില്ല ഈ പരിപാടി, a/b
ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ എഴുതാൻ പറ്റും നമുക്കിതിനെ. അതുപോലെ ഞാനിവിടെ എഴുതിയത് മേലെയും കൊടുത്തു താഴെയും കൊടുത്തു. മേലെ കൊടുത്താൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, 1 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും 5 ബൈ എന്ത് വരും അടിയിലെന്താ, അടിയിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തൂടെ, അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്തൂടെ. രണ്ടും 2 അല്ലേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 2 റേസ് ടു 1 പ്ലസ് n മൈനസ് 1 എഴുതാൻ പറ്റും അല്ലേ. രണ്ടും സെയിം അല്ലേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും 5 റേസ് ടു ഈ 1 ഉം 1 ഉം പോയി 5 ബൈ 2 റേസ് ടു n വരും നമുക്ക്. ഓക്കെ, ടി റേസ് ടു എന്നിൻ്റെ വാല്യൂ 5 ബൈ 2 റേസ് ടു n വരും. നിങ്ങളുടെ അടുത്ത് എന്താ കാണാൻ പറ്റില്ല ഇനി ഇതുപോലെ 20th ടൈം കാണാൻ പറ്റില്ല അല്ലേ. സോ ജസ്റ്റ് ടി 20 എന്ന് കൊടുക്കുക, 20th ടൈം. അതായത് ഈ എന്നിന് പകരം നമ്മൾ 20 ഇട്ട് കൊടുക്കുക, അതായത് 5 ബൈ 2 റേസ് ടു 20. ഇത്രേ ഉള്ളൂ. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ പറയട്ടെ എല്ലാവരും. ഫജീറിൻ്റെ കയ്യിരുന്നോ? ഓക്കെ, third question. The 8th term of a GP is 192 and its common ratio is 2. Find the 12th term. നോക്കി ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് നേരത്തെ തന്നിരുന്ന പോലെ എല്ലാ ഡാറ്റയും അങ്ങോട്ട് തന്നിട്ടില്ല. എയും 6 തന്നിട്ടുണ്ട് അല്ലേ. അതിന് പകരം ഇവർ നമുക്ക് എന്താ തന്നിട്ടില്ലേ, നോക്കി നമുക്ക് 8th ടേം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. 8th ടേം എന്ന് പറയുമ്പോൾ T8 എന്ന് എഴുതാം. 8th ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ആർ റേസ് ടു എന്ത് വരും 8 മൈനസ് 1 അല്ലേ. എ ഇൻറ്റു ആർ റേസ് ടു 8 മൈനസ് 1 അതാണ് 8th ടേം എന്ന് പറയുന്നത്. അതായത് എ ഇൻറ്റു ആർ റേസ് ടു 7 അതാണ് എത്ര നമുക്ക് തന്നിട്ടുള്ളത് 192 ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് 8th ടേം തന്നിട്ടുണ്ട് 192 വന്നപ്പോൾ T8 തന്നിട്ടുണ്ട് 192 ആണ്. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കോമൺ ഡിഫറൻസ് 6 തന്നിട്ടുണ്ട് 2 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 8th ടേം തന്നിട്ടുണ്ട്, അതുപോലെ കോമൺ ഡിഫറൻസ് 6 തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് കാണാൻ പറ്റില്ല 12th ടേമാണ്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് 12th ടേം കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചിട്ട് വേണ്ടേ എ ഇൻറ്റു ആർ റേസ് ടു 12 മൈനസ് 1 അതായത്
എ ഇൻറ്റു ആർ റേസ് ടു 11 ആണ് നമുക്ക് കാണേണ്ടത്. ഇതിൻ്റെ അത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് 6 ഉണ്ട്, പക്ഷേ എ ആണ് നമ്മുടെ അടുത്ത് ഇല്ലാത്തത്. എ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടി. നമുക്കിനി എങ്ങനെ എ കണ്ടുപിടിക്കാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എ കണ്ടുപിടിക്കാനാണ് അവർ നമുക്ക് ഈ ഒരു ഡാറ്റ തന്നിട്ടുള്ളത്, ഈ T8 എന്ന് പറഞ്ഞൊരു ഡാറ്റ തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നോക്കി T8 നമുക്ക് 192 ഈസ് ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്, എ ഇൻറ്റു ആർ റേസ് ടു 7 അല്ലേ. 6 നമുക്ക് വന്നിട്ടുണ്ടല്ലോ, 2 എന്ന് വന്നിട്ടില്ലേ. സോ നമുക്ക് 2 റേസ് ടു 7 എഴുതാൻ പറ്റും. നമുക്ക് നേരെ ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാം, എ കണ്ടുപിടിച്ചോട്ടെ. നമ്മൾ എനെ ഇവിടെ നിർത്തിയിട്ട് ഈ 2 റേസ് ടു 7 താഴത്തേക്ക് എടുത്തു. അതായത് എ ഇസ് ഈക്വൽ ടു 192 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 7 എന്ന് വരും. അതായത് 192 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 7 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 128 ആണ്. ഓക്കെ, നിങ്ങളിതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3/2 കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് 3/2 കിട്ടും, അല്ലാണ്ട് നിങ്ങൾക്ക് പോയിൻ്റ് ഒന്നും കിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് 3/2 തന്നെ കറക്റ്റ് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് എ കിട്ടി. ഇനി എന്താ കാണേണ്ടത്, നിങ്ങൾക്ക് 12th ടേം കാണണം അല്ലേ. 12th ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈക്വേഷൻ. ഇതിൻ്റെ അകത്ത് എ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/2 ഇൻറ്റു ആർ, ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 2 റേസ് ടു 11. സോ ഇത് നേരെ കൊണ്ടുപോയിട്ട് ഈ 2ഉം ഈ ഇതും കൂടി കട്ട് ചെയ്ത് പോകും. അതായത് 2 റേസ് ടു 11 മാറിയിട്ട് 2 റേസ് ടു 10 ആയിരിക്കും. ഒരു 2 കട്ട് ചെയ്ത് പോയില്ലേ. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 2 റേസ് ടു 10 കിട്ടും. ഓക്കെ, നിങ്ങൾക്കിത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് വേണമെങ്കിൽ ആൻസർ എഴുതാം. ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞാൽ പറയാട്ടോ. എല്ലാവരും കഴിഞ്ഞതാണോ? എല്ലാവരും കൈ പൊക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെയാണോ? ഇതിൽ കഴിഞ്ഞില്ല, എഴുതി കഴിഞ്ഞ പ്രോബ്ലം. ഓക്കെ, ഇത് ട്രൈ ചെയ്യട്ടോ. Question. The third term of a GP, third term of a GP is 24 and sixth term of a GP is 192. Find the 10th term. ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം. നമുക്കിതിൻ്റെ അകത്ത് ഇത്രയും ക്വസ്റ്റ്യനിൽ നമുക്ക് എയും ആറും ഒക്കെ തന്നിരുന്നു. ഇതിൻ്റെ അകത്ത് ഇത് 2 തന്നിട്ടില്ല ഇവർ. ഇതിൻ്റെ അകത്ത് വേറെ ഒരു 2 ടേം തന്നിട്ടുള്ളത്.
അപ്പോൾ തന്നെ ആലോചിക്കുക, നമുക്ക് തേർഡ് ടേം തന്നിട്ടുണ്ട്, അതുപോലെ 6th ടേം തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് തന്നിട്ട് 10ാമത്തെ ടേം കാണാൻ പറഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മൾ മാറ്റാം. നമുക്കെന്താ തന്നിട്ടുള്ളത്? തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. T3 ഇസ് ഈക്വൽ ടു a ഇൻറ്റു r റേസ് ടു 3 - 1, അതായത് AR². അതാണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 24 തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ തന്നെ ഇതിനെ നമ്മൾ ഒരു ഫസ്റ്റ് ഇക്വേഷനാക്കി എഴുതാം. അതായത് ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനാക്കി എടുത്തു. അതായത് AR² ഇസ് ഈക്വൽ ടു 24 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണുള്ളത്? 6th ടേം അല്ലേ? 6th ടേം എന്ന് പറയുമ്പോൾ a ഇൻറ്റു r റേസ് ടു 6 - 1, അതായത് AR റേസ് ടു 5 അല്ലേ? AR റേസ് ടു 5 നിങ്ങൾക്ക് എന്ത് തന്നിട്ടുള്ളത്? 192 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ സെക്കൻഡ് ടൈം ആയിട്ട് എടുത്തു. നോക്കിയപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. AR² എന്ന് വെച്ചാൽ 24ഉം AR റേസ് ടു 5 എന്ന് വെച്ചാൽ 192. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ A കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ R കണ്ടുപിടിക്കാം. ബെറ്റർ നമുക്ക് R കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ പോരെ ഇക്വേഷനെ. ഒന്ന് നോക്കി. ഇക്വേഷൻ 2നെ ഡിവൈഡ് ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1. ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പോകും? ഈ എയും ക്യാൻസൽ ചെയ്ത് പോകില്ലേ? നമുക്ക് നോക്കാം. AR റേസ് ടു 5 ഡിവൈഡഡ് ബൈ എന്ത് വരും? AR² which is equal to 192 ഡിവൈഡഡ് ബൈ 24 കിട്ടും നമുക്ക്. നോക്കി ഇതിൻ്റെ അകത്ത് നിന്ന് എയും ക്യാൻസൽ ചെയ്ത് പോയി. R റേസ് ടു 5 നിന്ന് R റേസ് ടു 2 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? ഈ ഓപ്പറേഷനൊക്കെ ഒന്ന് പറഞ്ഞൂടെ? മറന്നുപോയോ? A റേസ് ടു m ബൈ A റേസ് ടു n എന്ന് വെച്ചാൽ A റേസ് ടു m - n ആണ്. ഓക്കെ, അപ്പോൾ R റേസ് ടു 5 - 2 നിങ്ങൾക്ക് 3 കിട്ടി. R³ ഇസ് ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്തൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ എത്ര കിട്ടുന്നു? എട്ട് കിട്ടും നമുക്ക്. 192 ബൈ 24 നിങ്ങൾക്ക് 8 കിട്ടും. ഓക്കെ, അപ്പോൾ R എന്ന് വെച്ചാൽ എന്താ വരിക? ക്യൂബ് റൂട്ട് ഓഫ് 8 വരും. ഏത് ഒരു നമ്പറിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക? യെസ്, 2. അത്രേ ഉള്ളൂ. അപ്പോൾ R എന്ന് വെച്ചാൽ 2 ആണ്. ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. ഏതൊരു നമ്പറിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലാണ് ആ ഒരു നമ്പർ കിട്ടുക. സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 2 പ്രാവശ്യം. ഓക്കെ, ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 3 ഇടണം. റൂട്ട് ഇട്ടിട്ട് 3 ഇട്ടാൽ അത് ക്യൂബ് റൂട്ട് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് R ഇസ് ഈക്വൽ ടു 2 കിട്ടി. ഇനി എന്താ കാണാൻ പറ്റുള്ളത്? നമുക്ക് 6 കിട്ടി. ഓക്കെ, 6 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണണ്ടേ? A കാണണ്ടേ? ഈ 6നെ നമ്മൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് R in ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ R കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? AR² ഇസ് ഈക്വൽ ടു 24 എന്നല്ല എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് Rനെ നമ്മൾ 2 കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A ഇൻറ്റു 2² ഇസ് ഈക്വൽ ടു A ഇൻറ്റു 2² ഇസ് ഈക്വൽ ടു 24 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 24 കിട്ടും. അതായത് A ഇസ് ഈക്വൽ ടു 24 ബൈ 4 നമുക്ക് 6 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടി? എയും കിട്ടി, ഇപ്പോൾ ആറും കിട്ടി. ഇനി നമുക്ക് 10th ടേം സിമ്പിളായി കണ്ടുകൂടെ? 10th ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? T10 ഇസ് ഈക്വൽ ടു
എ ഇൻറ്റു ആർ റേസ് ടു 10-1, അതായത് എ ഇൻറ്റു ആർ റേസ് ടു 11. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഐ മീൻ 11 അല്ലേ 9 അല്ല വരിക. എ ഇൻറ്റു ആർ റേസ് ടു 9. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് 6 ഇൻറ്റു 512 വരും. എല്ലാവരും കഴിഞ്ഞാൽ പറയാം. കഴിഞ്ഞിരുന്നു അമൻ, ഫജീർ?
ഓക്കെ ഓക്കെ. എഴുതിക്കോട്ടോ. ദ ഫോർത്ത് ടേം ഓഫ് എ ജി പി, the fourth term of a GP is the square of its second term is the square of its second term and first term is -3. First term is -3. Find the seventh term. Okay. നോക്കി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നാലാമത്തെ ടേം തന്നിട്ടുണ്ട് അല്ലേ? തന്നിട്ടില്ല അല്ലേ? ഫോർത്ത് ടേം ഓഫ് എ ജി പി ഈസ് ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേം. നാലാമത്തെ ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണെന്ന്. നാലാമത്തെ ടേം ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണ് നാലാമത്തെ ടേം. ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം -3 ആണ് തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് ഏഴാമത്തെ ടേം കാണാൻ വേണ്ടിയിട്ടുണ്ട്. സോ നമുക്ക് സെവൻത്ത് ടേം കാണാൻ ഭയങ്കര എളുപ്പമാണ്. 6 കിട്ടിയാൽ മതി. എയും 6ഉം ഉണ്ടെങ്കിൽ നമുക്ക് സെവൻത്ത് ടേം കാണാം. നമുക്ക് 6 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. നാലാമത്തെ ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണെന്ന്. നാലാമത്തെ ടേം നമുക്ക് എഴുതി നോക്കാം. നാലാമത്തെ ടേം എന്ത് വരും? നാലാമത്തെ ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a×r⁴ - 1. രണ്ടാമത്തെ ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a×r⁴ ഇത് ഹോൾ സ്ക്വയറും കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം. അപ്പോൾ എന്ത് വരും നമുക്ക്? ar³ = ar² വരും അല്ലേ? ഇതിനൊന്നും കൂടിയും എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് വരും? ar³ = a²r² വരും. അപ്പോൾ എന്ത് വരും ഇവിടെ ഈ എയും ഈ സ്ക്വയറും കട്ട് ചെയ്ത് പോയില്ലേ? അതുപോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ r² r³ കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്കി 6 അല്ലേ ഉണ്ടാവുക? എയും ഇവിടെ എ പോയി. ഇവിടുത്തെ എയും ഇവിടുത്തെ സ്ക്വയറും പോയി. ഈ സ്ക്വയറും ഇവിടുത്തെ ക്യൂബും പോയി. നമുക്ക് ബാക്കി എന്ത് വരും? ഇവിടെ 6 വരും. അപ്പുറത്ത് നമുക്ക് ഒരു എ മാത്രമേ ഉള്ളൂ. നമുക്ക് r = a എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ആറിൻ്റെ വാല്യൂ അറിയാം അല്ലേ? എയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ? -3 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ -3 തന്നെയായിരിക്കും. അപ്പോൾ r = a -3 കിട്ടി നമുക്ക്. ഇനി സിമ്പിൾ അല്ലേ? നമ്മൾ എന്താ കാണാൻ പറ്റില്ല? സെവൻത്ത് ടേം അല്ലേ? സെവൻത്ത് ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a×r⁻⁷ അതായത് ar⁻⁶ വരും. എയുടെ വാല്യൂ നമുക്കറിയാം -3.
അതുപോലെ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം -3 ഹോൾ റേസ് ടു 6. ഇത് നമുക്ക് a റേസ് ടു m ഇൻറ്റു n ഫോർമുലയിലായി. അപ്പോൾ നമുക്ക് -3 ഹോൾ റേസ് ടു 7 എഴുതാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ പറയട്ടോ. എഴുതിക്കോട്ടോ. which term of the sequence is 1 okay which term of the sequence is 128. നമുക്ക് സീക്വൻസ് വന്നിട്ടുണ്ട് ഒരു 2√2 4 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ അകത്ത് എത്രാമത്തെ ടേമാണ് 128 വെച്ചിട്ടുള്ളത്? നമ്മുടെ അടുത്ത് എന്നാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏതാന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ? നമുക്ക് ഇതിൻ്റെ അകത്ത് സൊല്യൂഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് എ തന്നിട്ടുണ്ട്. എ എന്ന് വെച്ചാൽ 2 ആണ്. 6 എത്ര കിട്ടും? കൊണ്ട് അടിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഫോർമുലയാണ് T2 ഡിവൈഡഡ് ബൈ T1 ചെയ്യുക. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്യാം. 2√2 ഡിവൈഡഡ് ബൈ 2. അല്ലടാ എൻ്റെ അടുത്താണ്.
നോക്കി നമുക്ക് നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. നമുക്ക് എയും കിട്ടി ആറും കിട്ടി. ഇനി എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? nth ടേം അല്ലേ കാണണ്ടേ? nth ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1. നമുക്ക് ഈ n ഒന്നും അറിയില്ല, ബാക്കി എല്ലാം അറിയാം. അതായത് നമുക്ക് കാണാൻ പറ്റുള്ളത് 128ാമത്തെ ടേമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി nth ടേം എന്ന് വെച്ചാൽ 128ആണ്. സോ 128 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രാമത്തെ ടേമാണെന്ന്. ഫസ്റ്റ് ടേം നമുക്കറിയാം 2, 6 നമുക്കറിയാം √2 ഹോൾ റേസ് ടു n മൈനസ് 1. ഈ n ആണ് നമുക്ക് കാണേണ്ടത്. എത്രാമത്തെ ടേം ആണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ 2നെ ഈ 128 ഡിവൈഡ് ചെയ്യാം. 128 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 128 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു √2 റേസ് ടു n മൈനസ് 1 എന്ന് വരും. ഇത് നിങ്ങൾക്ക് 64 വരും. 64 ഇസ് ഈക്വൽ ടു √2 റേസ് ടു n മൈനസ് 1 വരും. ഇതിനെ രണ്ടിനും റിലേറ്റ് ചെയ്യണം. എന്താ കാരണം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി. √2 റേസ് ടു 3 ഇസ് ഈക്വൽ ടു √2 റേസ് ടു n മൈനസ് 1 ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇതും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n മൈനസ് 1 ഇസ് ഈക്വൽ ടു 3, n ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടത്തെയും ഈ ടേം സെയിം ആയിരിക്കണം, എന്നാലേ നമുക്കിതിങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. ഒന്ന് നോക്കി നോക്കട്ടോ. നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 64നെ √2ൻ്റെ ടേംസിൽ എഴുതണം. ആദ്യം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2ൻ്റെ ടേംസിൽ എഴുതിക്കൂടെ? 64നെ 2ൻ്റെ ടേംസിൽ എഴുതണം. എങ്ങനെ എഴുതാൻ പറ്റും? 64നെ LCM കാണാം. ശരി 13. 64നെ നമ്മൾ 2ൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 കിട്ടും. പിന്നെയും 2 ചെയ്യാം. നിങ്ങൾക്ക് എത്ര കിട്ടും? 16 കിട്ടും. 2 ചെയ്യുക, 8 കിട്ടി. 2 ചെയ്യുക, 4 കിട്ടി. 2 ചെയ്യുക, 2 കിട്ടി. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര 2 ഉണ്ടത്? 6 2 ഇല്ലേ? നിങ്ങൾക്ക് ഇതിനെ 2 റേസ് ടു 6 എന്ന് എഴുതാം. 6 റേസ് ടു 4ന് പകരം നിങ്ങൾക്ക് 2 റേസ് ടു 6 എന്ന് എഴുതാം. 2 റേസ് ടു 6 ഇസ് ഈക്വൽ ടു √2 റേസ് ടു n മൈനസ് 1 എഴുതി. ഓക്കെ, ഈ 2നെ ഞാൻ ഇനി √2 ആക്കാൻ പോവാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്ക്വയറും കൂടി വരില്ല ഇതിനെ? നമുക്കിതിനെ 12 എന്ന് എഴുതാം. √2 റേസ് ടു 12 ഇസ് ഈക്വൽ ടു √2 റേസ് ടു n മൈനസ് 1 വരും ഇവിടെ. ഓക്കെ, ഈ 2ന് പകരം ഞാൻ √2 എന്ന് എഴുതി. അപ്പോൾ ഒരു സ്ക്വയറും കൂടി ചെയ്യണ്ടേ? ആ സ്റ്റെപ്പ് ഞാൻ എഴുതണോ? വെയിറ്റ് ചെയ്താൽ കൂടി തരാം. അതായത് 2ന് പകരം ഞാൻ √2 എന്ന് എഴുതി. അപ്പോൾ എന്ത് വരും? √2 ഹോൾ സ്ക്വയർ. ഇതെന്താ? √2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 2 ആയില്ലേ? ഇതിൻ്റെ പുറത്ത് ഒരു 6ഉം കൂടി ഉണ്ട്. ഇസ് ഈക്വൽ ടു √2 റേസ് ടു n മൈനസ് 1. ഇതിപ്പോൾ എന്താവും? a റേസ് ടു m ഹോൾ റേസ് ടു n, a റേസ് ടു m ഇൻറ്റു n ആവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? √2 റേസ് ടു 6 ഇൻറ്റു 2 12 വന്നു. ഇസ് ഈക്വൽ ടു √2 റേസ് ടു n മൈനസ് 1 വന്നു. ഇനി നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം സിംപ്ലി, കാരണം ഈ രണ്ട് സൈഡും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n മൈനസ് 1 ഇസ് ഈക്വൽ ടു 12, അതായത് n ഇസ് ഈക്വൽ ടു 13. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 128th ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 128 is the 13th term. സംശയമുണ്ടോ? ഇതിൽ എവിടെയെങ്കിലും സംശയമുണ്ടോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആണോ? അങ്ങനെ എഴുതിയെടുക്കാം.
കഴിഞ്ഞിരുന്നോ അനശ്വർ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് അയച്ചു കേട്ടോ. ഈ ചാപ്റ്റർ അത്ര അധികം ഒന്നുമില്ല, കുറച്ചും കൂടി ഉണ്ട്, നമുക്കൊരു 2 ക്ലാസ്സും കൂടി എടുക്കാനുള്ള വേണ്ടത്. ഇത് ട്രൈ ചെയ്തോ കൂട്ടി ക്വസ്റ്റ്യൻ. 5th term, okay, 5th term, 8th term and 11th term of a GP are P, Q, Q and S. Okay, P, Q and S respectively. Okay, show that Q square is equal to PS. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് 5ാമത്തെ ടേം, 8ാമത്തെ ടേം, 11th ടേം വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 5ാമത്തെ ടേം T5 ഇസ് ഈക്വൽ ടു P, അതുപോലെ T8 ഇസ് ഈക്വൽ ടു Q, അതുപോലെ T11 ഇസ് ഈക്വൽ ടു S. ക്വസ്റ്റിനിൽ ഇത്രയും ഡാറ്റ വന്നിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, 5th ടേം കാണാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, A into R raised to 4 is equal to P, A into R raised to 7 which is equal to Q, A into R raised to 10 which is equal to S. അപ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റ കിട്ടില്ലേ, P കിട്ടി, Q കിട്ടി, S കിട്ടി. ക്വസ്റ്റിൽ എന്താ കാണാൻ പറ്റുള്ളത്, Q സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എസ് എന്നാണ് കാണാൻ പറ്റുള്ളത്. സോ നിങ്ങൾ ഈ ക്യൂവിനെ സ്ക്വയർ ചെയ്യുക, അതുപോലെ ഈ പിനെയും എസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ ക്യൂ സ്ക്വയർ കിട്ടും, ഇവിടെ പി സ്ക്വയറും കിട്ടും. ക്യൂ സ്ക്വയർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, പി എസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കുക. നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അവിടെ നിന്ന് വാല്യൂസ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്, എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണോ ചെക്ക് ചെയ്യാം. ക്യൂ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടെ കൊണ്ടെഴുതുക, പിയും എസും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടെ കൊണ്ടെഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ക്വസ്റ്റ്യൻ ഒന്ന്. ഓക്കെ, അടുത്ത് നമുക്ക് ബാക്കി ക്ലാസ് അടുത്തേക്ക് എടുക്കാം, നാളെ എടുക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞവർ ലീവ് ചെയ്തോ. താങ്ക് യു. ഞാൻ അയക്കാം.